എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സ്പോർട്സ് കോട്ട സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷകൾ ഇന്ന് അവസാനിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ 10ാം ക്ലാസ് വരെ പഠിക്കുന്ന സമയത്ത് ഏതെങ്കിലും സ്പോർട്സിൻ്റെ എന്തെങ്കിലും ഇനങ്ങളിൽ പങ്കെടുത്ത് എന്തെങ്കിലും സർട്ടിഫിക്കറ്റുകൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഒരു സ്പോർട്സ് കോട്ടയിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ സ്പോർട്സ് കോട്ടയിൽ നിരവധി സീറ്റുകളാണ് നിലവിൽ വേക്കൻസി ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് hscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് മുഖേന നിങ്ങൾക്ക് സ്പോർട്സ് കോട്ടയുടെ വേക്കൻസീസ് അറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ ആ ഒരു സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് ഒന്നും രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിലവിൽ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞുള്ള ലിങ്ക് ലഭ്യമാണ്. അപ്പോൾ ഇവിടെ കാണാം സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ എന്നുള്ള ലിങ്ക് നിങ്ങൾക്ക് ഇവിടെ ലഭ്യമാണ്. അപ്പോൾ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം അതിൽ നിങ്ങൾ ആ ഒരു എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. അപ്പോൾ ആദ്യം നിങ്ങൾ അതിൽ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പ്രിൻ്റ് ഔട്ട് കിട്ടും. അപ്പോൾ ആ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്തുകൊണ്ട് നിങ്ങളുടെ ജില്ലയിലെ ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഓഫീസിൽ പോവുക. നിങ്ങളുടെ അവിടെ പോകുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു അപേക്ഷ സമർപ്പിച്ച സമയത്ത് ലഭിച്ച പ്രിൻ്റ് ഔട്ടും അതുപോലെ നിങ്ങൾ സ്പോർട്സിന് വേണ്ടി നിങ്ങൾ ഓപ്ഷൻ വെച്ചിട്ടുണ്ട് സ്പോർട്സിൻ്റെ സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ഏതൊക്കെ സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് ആണ് കൊടുത്തത് അതിൻ്റെയൊക്കെ ഒറിജിനൽ സർട്ടിഫിക്കറ്റും എടുത്തുകൊണ്ട് നിങ്ങളുടെ ജില്ലയിൽ ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്യും. അപ്പോൾ എല്ലാം കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്കൊരു സ്കോർ കാർഡ് ലഭിക്കും. അപ്പോൾ ആ ഒരു സ്കോർ കാർഡ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാലുള്ള ഗുണം എന്ന് പറയുന്നത് പിന്നീട് നിങ്ങൾക്ക് പുതിയ ക്യാൻഡിൽ ലോഗിൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് സ്പോർട്സ് കോട്ടയിലേക്കുള്ള അപേക്ഷ കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ എന്നുള്ള ആ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനുള്ള സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഒന്നാമത്തേത് രജിസ്ട്രേഷൻ ഫോം ഓൺലൈനായിട്ട് ഫില്ല് ചെയ്യുക. രണ്ടാമത്തെ രജിസ്ട്രേഷൻ ഫോം അന്തിമമായിട്ട് സമർപ്പിക്കുക. രജിസ്ട്രേഷൻ സ്ലിപ്പ് പ്രിൻ്റ് ഔട്ട് എടുക്കുക. അതുപോലെ മികവുകൾ തെളിയിക്കുന്നതിനായിട്ടുള്ള സ്ലിപ്പും എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റും ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഓഫീസിൽ പോയി നിങ്ങൾ അവിടെ ഹാജരാക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു സ്കോർ കാർഡ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ സ്വന്തമായിട്ട് അപേക്ഷിക്കാം എന്നുള്ള കാര്യം പറയാം. ആദ്യം ഇവിടെ നിങ്ങൾക്ക് രജിസ്റ്റർ ഓൺലൈൻ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ സ്കീം SSLC സ്കീം അല്ലെങ്കിൽ CBSE ഏതാണോ അതനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതൊന്നും തെറ്റിപ്പോയത്. അതുപോലെ തന്നെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ SSLC രജിസ്റ്റർ നമ്പർ, അതുപോലെ തന്നെ നിങ്ങൾ പാസ്സായ വർഷം പാസ്സായ മാസം, അതുപോലെ തന്നെ അതൊക്കെ കറക്റ്റ് ആണെന്ന് നോക്കുക. അതുപോലെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ താഴെ കുറച്ച് നിങ്ങൾക്ക് അക്കങ്ങൾ കാണാം. അതാണ് എൻ്റർ ദ ക്യാപ്ച എന്നുള്ള ഭാഗത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അത് കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതായത് യു ആർ നോട്ട് രജിസ്റ്റേർഡ് എന്ന് പറഞ്ഞുകൊണ്ട് അത് നിങ്ങൾ ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടോ എന്നാണ് ചോദിക്കുക. ഇതുപോലെ ഉണ്ടാവുക യു ആർ നോട്ട് എ രജിസ്റ്റേർഡ് കാൻഡിഡേറ്റ് ഇഫ് യു വാണ്ട് ടു രജിസ്റ്റർ പ്ലീസ് എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ഹിയർ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അവിടെ ക്ലിക്ക് ഹിയർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ഹിയർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ഇതുപോലെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേര്, ജെൻഡർ, അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ തന്നെ ഈ ഒരു ഫോൺ നമ്പർ, അത് ആദ്യത്തേത് നിങ്ങളുടെ ലാൻഡ് ലൈൻ നമ്പർ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. അതില്ലാത്തവർ മൊബൈൽ നമ്പർ കൊടുക്കാം. മൊബൈൽ നമ്പർ നിർബന്ധമായിട്ടും കൊടുക്കണം. അതുകൊണ്ടാണ് അവിടെ ഒരു സ്റ്റാർ ഇട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഇമെയിൽ ID അത് നിർബന്ധമല്ല. അതുപോലെ അഡ്രസ്സ് നിർബന്ധമായി കൊടുക്കണം. അതുപോലെ പിൻകോഡ്, അതുപോലെ ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഇതുപോലെ ഒരു ബോക്സാണ് വരിക. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കായിക നേട്ടം എന്താണ് കായിക നേട്ടം എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഏത് വിഭാഗത്തിലാണ്, ഏത് ഇനത്തിലാണ്, ഏത് മാസമാണ് കിട്ടിയത്, അതുപോലെ തന്നെ ഏത് വർഷമാണ്, എത്രാം സ്ഥാനമാണ്, അത് പുതിയൊരു റെക്കോർഡായിരുന്നോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. അതിനുശേഷം ആഡ് മോർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത ഓപ്ഷൻ അതായത് അടുത്ത സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി ആഡ് ചെയ്യുക. അതിനുശേഷം വീണ്ടും ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് മോർ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. വീണ്ടും ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾ അച്ചീവ്മെൻറ്റ് ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആഡ് ചെയ്ത എല്ലാവിധ ഡീറ്റെയിൽസും അവിടെ വന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഫൈനൽ സബ്മിഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് കൂടിയാണ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്നുള്ളതുകൊണ്ടാണ് ഫൈനൽ സബ്മിഷൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സേവ് പെർമിറ്റ് എഡിറ്റ് ലേറ്റർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് പിന്നീട് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇന്ന് തന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായുള്ളതുകൊണ്ട് ഫൈനൽ സബ്മിഷൻ ചെയ്യുക. അതുപോലെ അതിൽ നൽകിയ സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസും നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും ഒക്കെ കറക്റ്റാണെന്നുള്ളത് ഉറപ്പുവരുത്തുക. അതിനുശേഷം വിദ്യാർത്ഥികൾ ഇവിടെ നിങ്ങൾക്ക് ഇനി അടുത്തതായിട്ട് നിങ്ങൾക്കൊരു പ്രിൻ്റ് ഔട്ട് കിട്ടും. അപ്പോൾ ആ ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങൾ എടുക്കുക. അപ്പോൾ ആ ഒരു പ്രിൻ്റ് ഔട്ടിൽ നിങ്ങളുടെ സ്പോർട്സിൻ്റെ ആ ഒരു ആപ്ലിക്കേഷൻ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതും എടുത്ത് നിങ്ങളുടെ ആ ഒരു സർട്ടിഫിക്കറ്റുകളൊക്കെ എടുത്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഓഫീസിൽ പോയിക്കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു കാര്യം രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അത് രജിസ്ട്രേഷൻ അല്ല, ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഓഫീസിൽ പോവുക. അതിനുശേഷം നിങ്ങളുടെ ആ ഒരു ഡോക്യുമെൻറ്റ്സ് ഒക്കെ വെരിഫൈ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വെരിഫൈ ചെയ്ത ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് പിന്നീട് നിങ്ങൾ അക്ഷയ വഴിയോ ഇൻ്റർനെറ്റ് കഫേകൾ വഴിയോ നിങ്ങൾക്ക് ഒരു അപേക്ഷ കൊടുക്കാം. കാരണം നിങ്ങൾക്ക് സ്വന്തമായിട്ട് അപേക്ഷിക്കാൻ അറിയില്ല എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് hscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇവിടെ സ്പോർട്സ് കോട്ട വാക്കൻസീസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഏത് ജില്ലയിലേക്കാണോ നിങ്ങൾ അപേക്ഷിക്കുന്നത് ആ ഒരു ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു ജില്ലയിൽ ഇതുപോലെ ഗേൾസ് എന്ന് പറഞ്ഞുള്ള ആ സ്കൂൾ ജെൻഡർ കാണും. അത് ഗേൾസ് സ്കൂളാണ്. അതുപോലെ ബോയ്സ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അത് ബോയ്സിന് മാത്രം അപേക്ഷിക്കാൻ പറ്റുന്ന സ്കൂളാണ്. ഗേൾസ് ആണെങ്കിൽ ഗേൾസിന് മാത്രമേ അപേക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ കോ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ കോ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഗേൾസും ഉണ്ടാവും ബോയ്സും ഉണ്ടാവും. അതായത് രണ്ട് പേർക്കും അപേക്ഷിക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണമെങ്കിൽ മറ്റൊരു ജില്ലയിലേത് കൂടി നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ആലപ്പുഴ ജില്ലയിലേത് നോക്കുന്നു. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ ഓരോ സ്കൂളും ചില കോഴ്സുകൾക്ക് ഓരോരോ വേക്കൻസീസ് മാത്രമേ ഉള്ളൂ. അതുപോലെ ചില സ്കൂളിൽ 2-3 വേക്കൻസീസൊക്കെ ചില കോഴ്സുകൾക്ക് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ജില്ലയിലേക്ക് നിങ്ങൾക്ക് ഈ രീതിയിൽ അപേക്ഷ കൊടുക്കാവുന്നതാണ്.
അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ജില്ലയിലേക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓരോ ജില്ലയിലേക്കും ഓരോ ക്യാൻഡിൽ ലോഗിൻ ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ക്യാൻഡിൽ ലോഗിൻ സ്പോർട്സ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഏത് ജില്ലയിലേക്കാണോ അപേക്ഷിക്കുന്നത് ആ ജില്ല സെലക്ട് ചെയ്യുക. ഒന്നിൽ കൂടുതൽ ജില്ലയിലേക്ക് അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേ സ്റ്റെപ്പ് വീണ്ടും ആ ഒരു ജില്ല കൂടി സെലക്ട് ചെയ്ത് ചെയ്യേണ്ടതാണ്. അതിനുശേഷം സ്പോർട്സ് രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കുക, അതുപോലെ തന്നെ സെലക്ട് സ്കീം കൊടുക്കുക. അതിനുശേഷം ബാക്കിയുള്ള എല്ലാവിധ ഡീറ്റെയിൽസും തെറ്റാതെ തന്നെ കൊടുക്കുക. കാരണം തെറ്റിക്കഴിഞ്ഞാൽ വീണ്ടും തിരുത്താനായിട്ട് സബ്മിറ്റ് ചെയ്ത ശേഷം പിന്നീട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് അതിനുശേഷം പിന്നീട് നിങ്ങൾക്ക് സെൻഡ് OTP ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. അത് കൃത്യമായിട്ട് സബ്മിറ്റ് ചെയ്യുക. പിന്നീട് നിങ്ങൾക്ക് പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ള പേജ് വരും. അവിടെ നിങ്ങൾ നിങ്ങളുടെ പുതിയ പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്ഡേറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്ഡേറ്റിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ പാസ്വേഡ് സെറ്റായി. അടുത്ത പേജിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ക്രീനിൽ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ പറ്റും, നമ്പർ കാണാൻ പറ്റും. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക. അതുപോലെ തന്നെ ഒരു പേപ്പറിൽ എഴുതി വെക്കുക. കാരണം ഇത് ആപ്ലിക്കേഷൻ നമ്പർ മറന്നു പോകാൻ പാടില്ല. കാരണം അത് റിക്കവർ ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നും കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ആ ഒരു ആപ്ലിക്കേഷൻ നമ്പർ സ്ക്രീൻഷോട്ട് എടുക്കുക, അതുപോലെ തന്നെ ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുകയും ചെയ്യുക. അപ്പോൾ അതിനുശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇവിടെ ക്യാൻഡിൽ ലോഗിൻ സ്പോർട്സ് എന്നുള്ള ലിങ്കാണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ യൂസർ നെയിമായിട്ടുള്ള ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ തന്നെ പാസ്വേഡ്, ജില്ല എന്നിവ കൊടുക്കുക. അതിനുശേഷം ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ സെൻഡ് OTP ഓപ്ഷൻ ചോദിക്കും. അങ്ങനെയെങ്കിൽ സെൻഡ് OTP ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTP നൽകുക, സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ പ്രൊഫൈൽ പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ അപ്ലൈ ഓൺലൈൻ എന്നുള്ള ലിങ്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അപ്ലൈ ഓൺലൈൻ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ പുതുതായിട്ട് നൽകാവുന്നതും നേരത്തെ പറഞ്ഞതുപോലെ സ്പോർട്സ് കോട്ടയുടെ ആ ഒരു വാക്കൻസീസ് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ട സ്കൂളുകളിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സുകളിലേക്ക് വാക്കൻസി അനുസരിച്ച് ഓപ്ഷനുകൾ കൊടുക്കാവുന്നതുമാണ്. ഇനിയിപ്പോൾ ഓൾറെഡി അപേക്ഷ സമർപ്പിച്ചു എന്നാൽ അപേക്ഷയിൽ തെറ്റ് കാരണമോ അല്ലെങ്കിൽ ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ ആണെങ്കിലോ റിന്യൂ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾക്ക്, അതായത് ഈ ഒരു റിന്യൂ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ലിങ്ക് കാണാൻ പറ്റുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ചിലപ്പോൾ ആ ഒരു സമയത്തായിരിക്കും സെൻഡ് OTP ഓപ്ഷൻ ചോദിക്കുക. അപ്പോൾ അങ്ങനെ സെൻഡ് OTP ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTP നൽകുക, സബ്മിറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ നേരത്തെ നൽകിയ എല്ലാവിധ ഡീറ്റെയിൽസും കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസിൽ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് തിരുത്തിയ ശേഷം സബ്മിറ്റ് ചെയ്ത് നിങ്ങൾ പോകുന്ന സമയത്ത് ഓപ്ഷൻ കൊടുക്കാനുള്ള പേജ് വരും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് വേണ്ട ഓപ്ഷനുകൾ കൃത്യമായിട്ട് ആ ഒരു വാക്കൻസിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് വാക്കൻസീസ് അനുസരിച്ച് ഓപ്ഷനുകൾ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ സേവ് ചെയ്ത് പോകുന്ന സമയത്ത് പിന്നീട് പ്രിവ്യൂ പേജിലെത്തും. പ്രിവ്യൂ പേജ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പച്ച കളർ പേജാണ് പ്രിവ്യൂ പേജ്. അപ്പോൾ അവിടെ നിങ്ങൾ അതുവരെ നൽകിയ എല്ലാവിധ ഡീറ്റെയിൽസും കാണാൻ പറ്റും. എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് പരിഹരിക്കാനായിട്ട്, അത് തിരുത്തുന്നതിനായിട്ട് അതിന് നേരായിട്ട് എഡിറ്റ് ഓപ്ഷൻ ഉണ്ടാകും. ആ ഒരു എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് വീണ്ടും ആ ഒരു പേജിലേക്ക് പോയിട്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണെങ്കിൽ എഡിറ്റ് പേഴ്സണൽ ഡീറ്റെയിൽസ്, അതുപോലെ ഓപ്ഷൻ ആണെങ്കിൽ എഡിറ്റ് ഓപ്ഷൻസ് എന്നിങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് അതിൻ്റെ ആ ഒരു എഡിറ്റ് ഓപ്ഷൻ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു വിവരങ്ങൾ എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷനിലെ ആ ഒരു തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് തിരുത്തിയ ശേഷം നിങ്ങളുടെ അപേക്ഷ ഫൈനലായിട്ട് സബ്മിറ്റ് ചെയ്യും മുമ്പായിട്ട് ഒന്നുകൂടി ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട ഓപ്ഷനുകളൊക്കെ നൽകി എന്നുള്ളത് ഉറപ്പുവരുത്തിയ ശേഷം, അതുപോലെ അപേക്ഷയിൽ യാതൊരു വിധത്തിലുള്ള തെറ്റുകൾ ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം ഫൈനൽ സബ്മിറ്റ് ചെയ്യുക. കാരണം ഫൈനൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല. അപ്പോൾ ഫൈനൽ സബ്മിറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഏറ്റവും ലാസ്റ്റായിട്ട് ആ ഒരു പ്രിവ്യൂ എന്ന് പറഞ്ഞാൽ ഒരു പച്ച പേജ് കാണാം. അപ്പോൾ അവിടെ അടിയിലായിട്ട് തന്നെ നിങ്ങൾക്കൊരു ചെക്ക് ബോക്സ് ഉണ്ടാവും. ഇതുപോലെ ഒരു ചതുരാകൃതിയിലായിരിക്കും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ടിക്ക് മാർക്ക് വരും. അതിനുശേഷം അവിടെ ഒരു കൺഫർമേഷൻ ബട്ടൺ ആക്റ്റീവ് ആവും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൺഫേംഡ് ആയി. അപ്പോൾ അത് പിന്നീട് നിങ്ങൾക്ക് യാതൊരു കാരണവശാലും എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. കൺഫർമേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴായിട്ട് നിങ്ങൾ എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്ത് കൺഫർമേഷൻ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, അതിനുശേഷം നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് കിട്ടും. അത് നിങ്ങൾ പ്രിൻ്റ് എടുത്ത് വയ്ക്കുക. നിങ്ങൾക്ക് അഡ്മിഷൻ സമയത്ത് ആവശ്യമാണ്. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സപ്ലിമെൻ്ററി സ്പോർട്സ് കോട്ട സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ജൂൺ 24-ാം തീയതിയോടെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് നിങ്ങൾ വീണ്ടും ക്യാൻഡിൽ ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കിട്ടിയിട്ടുള്ള സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇതുവരെ അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ പോയിട്ട് നിങ്ങളുടെ അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ HSCAP വെബ്സൈറ്റ് മുഖേന രജിസ്ട്രേഷൻ ചെയ്യുക. അപ്പോൾ നിലവിൽ വെബ്സൈറ്റിൽ ആ ഒരു നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ ചെയ്യാത്തവരാണെങ്കിൽ സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ ചെയ്യുക. അതേസമയം ഓൾറെഡി രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികളാണെങ്കിൽ ക്യാൻഡിൽ ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക്, അതുപോലെ സ്കോർ കാർഡ് ലഭിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ ഓൾറെഡി നിങ്ങൾക്ക് ആ ഒരു ക്യാൻഡിൽ ലോഗിൻ ചെയ്തിട്ടില്ലെങ്കിൽ, ആ ക്യാൻ ലോഗിൻ ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ക്യാൻ ലോഗിൻ ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ ഓൾറെഡി ക്യാൻ ലോഗിൻ ഉള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ആ ഒരു ക്യാൻ ലോഗിൻ സ്പോർട്സ് ലിങ്ക് മുഖേന ലോഗിൻ ചെയ്യുക. അതുപോലെ ഒന്നിലധികം ജില്ലയിലേക്ക് അപേക്ഷിക്കേണ്ടവർ ആ ഒരു ഏതൊക്കെ ജില്ലയിലേക്കാണ് അപേക്ഷിക്കേണ്ടത് അതിനനുസരിച്ച് ക്യാൻഡിൽ ലോഗിൻ ഇല്ലാത്ത ജില്ലകളിലേക്ക് പുതിയ ക്യാൻഡിൽ ലോഗിൻ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ക്യാൻഡിൽ ലോഗിൻ സ്പോർട്സ് ലിങ്ക് മുഖേന വീണ്ടും ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് വീണ്ടും അപേക്ഷ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.